ദക്ഷിണേന്ത്യയിൽ സന്യാസം എടുക്കാൻ 2 സ്ഥലത്താണ് പോവുക. ഒന്ന് ശൃംഗേരിയിൽ, അവിടെ ബ്രാഹ്മണർക്കേ സന്യാസമുള്ളൂ. അബ്രാഹ്മണരായിട്ടുള്ള എല്ലാവരും സന്യസിക്കാൻ തോന്നിയ നേരെ കന്യാകുമാരിക്ക് പോകും. മായിയമ്മയെ കൊണ്ട് താമസിച്ചു. അവിടെ പോയിട്ട് കന്യാകുമാരി ദേവിയുടെ മുമ്പിൽ ലളിതാ സഹസ്രനാമം ചൊല്ലി സാനെ കാവ്യം എടുത്താൽ സന്യാസിയായി എന്നാണ് പണ്ടേ. ഗുരുമൂർത്തി നല്ലയാളായിരുന്നു. ഇപ്പോൾ യതീഷയുടെ കൂടെ കൂടി പണം ഉണ്ടാക്കാൻ. അതേ സുഹൃത്തുക്കളെ, ഞാൻ നന്നായി പണം ഉണ്ടാക്കാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ പണം ഉണ്ടാക്കും. ശാസ്ത്രപ്രകാരം ഇവൻ കല്യാണം കഴിക്കണം. ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ വേറെ സ്ത്രീകളെ വശം ചെയ്യുന്നത്? അതിന് എന്തിനാ മന്ത്രം ജപിക്കുന്നത്? മാതംഗിക്ക് ബ്രോക്കർ പണിയുണ്ടോ? അയാൾ നല്ല വസ്ത്രം എടുക്കരുതെന്നോ നല്ല വാഹനത്തിൽ സഞ്ചരിക്കരുതെന്നോ വീട് വാങ്ങരുതെന്നോ സ്ഥലം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റ് ചില ഭ്രമങ്ങളിൽ ആളുകളെ വശീകരിക്കുക, അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. നാട്ടുകാർ മുഴുവൻ വശീകരിക്കാൻ വേണ്ടി മാതംഗി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പാപമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ത്യാഗം എടുക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ വശീകരിക്കുന്നത്? മാതംഗി, ഞാൻ പറയാം, നിങ്ങൾ സമൂഹത്തിനുകൊണ്ട് ഒരു ഗുണവും ചെയ്യാതെ കുത്തിയിരുന്ന് മാതംഗി 10 ലക്ഷം ജപിച്ചാലും ഒരു പട്ടി നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. അതിന് ലളിതാസഹസ്രനാമം ചെയ്തിട്ട് സ്വാർത്ഥമായിട്ട് അനിയനെതിരെ കേസ് കൊടുക്കുക, അച്ഛനെതിരെ കേസ് കൊടുക്കുക. അതുകൊണ്ട് അപ്പം നമ്മുടെ കർമ്മം വളരെ പ്രധാനമാണ്. ഇന്നത്തെ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സ്വാർത്ഥന്മാർ ശ്രീവിദ്യക്കാരാണ്. വേദം എന്താ പറയുന്നത്? ശ്രിയാദേയം ഹ്രിയാദേയം ശ്രദ്ധയാദേയം അശ്രദ്ധയാ അദേയം എന്നാണ്. നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കണം, കടം വാങ്ങിയിട്ടല്ല കൊടുക്കേണ്ടത്. ഹിന്ദു സമൂഹം സാമ്പത്തികമായി രക്ഷപ്പെടണമെങ്കിൽ ക്ലാസ് മാറി വേദാന്തം പഠിക്കരുത്. പഠിക്കേണ്ട ആദ്യം ലളിതാസഹസ്രനാമം ചൊല്ലി പഠിക്കുക, ദേവീമാഹാത്മ്യം പഠിക്കുക. അങ്ങനെ പഠിക്കേണ്ട കുറച്ച് ബേസിക് സാധനമുണ്ട്. ലളിതാ സഹസ്രനാമം രഹസ്യനാമമാണ്. വള്ളിക്കാവിൽ അമ്മ ആ കാലത്ത് സാധാരണ ജനങ്ങളെ കൂട്ടിയിരുത്തിയിട്ട് ആദ്യമായി കേരളത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി. അവനവൻ പൂജിച്ചാൽ മതി, നാട്ടുകാർ പൂജിക്കേണ്ട. സ്വയം ഒരു വിളക്ക് വെച്ചിട്ട് നമ്മൾ തന്നെ ലളിതാ സഹസ്രനാമം വിളക്കിനെ ദേവിയെ സങ്കല്പിച്ചിട്ട് അർച്ചന ചെയ്യുക. അങ്ങനെ ചെയ്യിച്ച ആദ്യത്തെ ഗുരുവാണമ്മ. അത് എന്തുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം? അതിന് കാരണമുണ്ട്. അമ്മ തന്നെ സ്വയം, ഞാൻ പറഞ്ഞല്ലോ, ബാലഭദ്രയാണ്. അമ്മ പരമേശ്വരിയായ, അതായത് സദാശിവൻ്റെ പത്നിയായ ലളിതാംബികയ്ക്ക് ജനങ്ങൾ സ്തുതി അർപ്പിക്കട്ടെ കരുതിയിട്ടുണ്ട്. ശരിക്കും അമ്മയ്ക്കാണെങ്കിൽ ദേവീമാഹാത്മ്യമാണ് വായിക്കേണ്ടത്, എൻ്റെ അറിവിൽ. പക്ഷെ അത് അമ്മ സദാശിവ പത്നിയായ ലളിതാംബികയ്ക്ക് എല്ലാവരും ചേർന്ന് ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. ലളിതാ സഹസ്രനാമം വയ്ക്കാൻ ഒരു കാരണമുണ്ട്. അമ്മയുടെ ഒരു സന്യാസാശ്രമമാണ്. ലളിതാ സഹസ്രനാമം പണ്ട് ചൊല്ലിയിട്ട് കാവ്യ കൊടുത്തിരുന്നു ആളുകൾ കന്യാകുമാരി പോയിട്ട്. അമ്മയുടെ അവതാരത്തിനൊക്കെ എത്രയും മുമ്പ് പണ്ട് മുതലേ ദക്ഷിണേന്ത്യയിൽ സന്യാസം എടുക്കാൻ 2 സ്ഥലത്താണ് പോവുക. ഒന്ന് ശൃംഗേരിയിൽ, അവിടെ ബ്രാഹ്മണർക്കേ സന്യാസമുള്ളൂ. അബ്രാഹ്മണരായിട്ടുള്ള എല്ലാവരും സന്യസിക്കാൻ തോന്നിയ നേരെ കന്യാകുമാരിക്ക് പോകും. മായിയമ്മയെ കൊണ്ട് താമസിച്ചു. അവിടെ പോയിട്ട് കന്യാകുമാരി ദേവിയുടെ മുമ്പിൽ ലളിതാ സഹസ്രനാമം ചൊല്ലി സാനെ കാവ്യം എടുത്താൽ സന്യാസിയായി എന്നാണ് പണ്ടേ. അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ലളിതാ സഹസ്രനാമം, സ്കന്ദഷഷ്ടി കവചം, ഈ 2 കൃതികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരളവിൽ കവിഞ്ഞൊന്നും അഫ്ലുവൻസ് കൊടുക്കില്ല. അന്നം മുട്ടാതെ വസ്ത്രം മുട്ടാതെ കാത്തുകൊള്ളൂ, മുട്ടുണ്ടാവില്ല. എന്നാൽ അതേ സമയത്ത് പൈസ ഇട്ട് അമ്മാനാടാണെന്നും സമ്മതിക്കില്ല. ഇത് 2 സ്പിരിച്വൽ ടെക്സ്റ്റാണ്. ഇത് 2 ഷഷ്ഠിயை நோக்க ശരവണ ഭവനാർ ശിഷ്ടർക്കുതവും ശങ്കതിർവേലൻ പാദമിരണ്ടും പന്മണിച്ചതങ്കை ഗീതം പാട കിങ്കിണിയാട മയിൽ നടനം ചെയ്യും മയിൽ വാഹനനാർ കയ്യിൽ വേലാലനെ കാക്കവെன்று വന്നു. അറിയാലോ, അതും സ്പിരിച്വലാണ്. പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങളെ, അഫ്ലുവൻസ് ഒന്നും തരില്ല. ദേവി മഹാത്മ്യം അങ്ങനെയല്ല. ദേവി മഹാത്മ്യം അഫ്ലുവൻസിൻ്റെ ടെക്സ്റ്റാണ്. ഒരു ഓൾട്ടോ ചോദിച്ചാൽ ഒരു ബെൻസ് തരും. ലളിതാംബിയോട് ഒരു ബെൻസ് ചോദിച്ചാൽ ഒരു ഓൾട്ടോ തരും. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, സന്യാസാശ്രമമാണ്. അപ്പോൾ സന്യാസിമാർ നിയന്ത്രിതമായ ഭോഗങ്ങളെ സ്വീകരിക്കാവൂ. എന്നുവെച്ചാൽ വസ്ത്രം, പാതുകം, ആസനം, ഇങ്ങനെയുള്ള ചില ബേസിക്സ്. ഭക്തന്മാർക്കും അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലളിതാ സഹസ്രനാമം ഭക്തിയോടെ ജപിച്ചാൽ അന്നവും വസ്ത്രവും മുട്ടുകയില്ല, അത്യാവശ്യമുള്ളതൊക്കെ കിട്ടും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ അത് സ്പിരിച്വലും കൂടിയാണ്. ലളിതാ സഹസ്രനാമം ഒരു ഹൈലി സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. ലളിതാ സഹസ്രനാമം നിത്യേന ജപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റൊരു സാധനയും വേണ്ട. അത് തന്നെ ഉത്തമ സാധനയാണ്, ഉത്തമമായ പ്രാണായാമം കൂടിയാണത്. ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് പറയുന്നതാണ്, ചുമ്മാ
പുസ്തകത്തിൽ വായിച്ച് പറയുന്നില്ല. ഞാൻ ഈ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ ഈ കാര്യം ആരും ഒരു പുസ്തകത്തിലുണ്ടാവില്ല. ഇല്ല. ലളിതാ സഹസ്രനാമം അച്ഛൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങുന്ന പോലെയാണ്. മനസ്സിലായോ? ടൂറുണ്ട്, കോളേജിലോ സ്കൂളിലോ ടൂറുണ്ട്. അച്ഛാ ടൂറുണ്ട്. പിന്നെ പഠിക്കാൻ സമയമില്ല, അപ്പോഴാ ടൂറ്. എത്ര പൈസ വേണം അച്ഛാ? 500 രൂപയാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞത്. 400 450 അല്ല 500 കറക്റ്റ് തരുള്ളൂ. പക്ഷെ അത് അടുക്കള കമ്മിറ്റി വഴി പോയാലോ? അമ്മയെടുത്ത് പോയിട്ട് പറയാം, അമ്മേ ടൂറുണ്ട് അമ്മേ, അച്ഛനോട് പറയണം. അമ്മ അവതരിപ്പിച്ചാൽ അച്ഛൻ 500 തരും, അമ്മ ഉലുവയുടെ പാത്രത്തിൽ നിന്ന് ഒരു 100 രൂപയോട് കൂടുതൽ തരും. ഇത് ആണ് വ്യത്യാസം. ലളിതാ സഹസ്രനാമം അച്ഛനോട് ചോദിച്ച് പൈസ വാങ്ങുന്ന തരിക. എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട്, അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടിലെ മൈസൂരാണ്, ആനന്ദൻ എന്നുള്ള പേര്. CPM വലിയ പ്രവർത്തകനായിരുന്നു. പെട്ടെന്ന് സത്യസായിബാബയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ ബാബാ ഭക്തനായി. അങ്ങനെ ബാബാ ഭക്തനായപ്പോൾ ഇയാളാണ് ഭയങ്കര ദാനധർമ്മിഷ്ഠനാണ്. കടം വാങ്ങിയിട്ടാണെങ്കിലും ആൾക്കാരെ സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, സത്യസായി സമിതിയിൽ എന്തൊരു അവിടെ ഒരു മഴവെള്ളം ഇങ്ങോട്ട് അകത്തേക്ക് അടിക്കുന്നുണ്ട്. ഒരു ഇങ്ങനെ ചെരിച്ചിട്ടൊരു ആസ്ബെസ്റ്റോസ് ഷീറ്റ് ഇടാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിന് 24,000 റുപ്യ വേണം, 27,000 റുപ്യ വേണം. അപ്പോൾ ഇയാൾ എണീച്ചെന്ന് പറഞ്ഞു, ബാബ അനുഗ്രഹിച്ചാൽ ഞാൻ 24,000 റുപ്യം തരാമെന്ന് പറഞ്ഞു. 25,000 റുപ്യം തരാമെന്ന് പറഞ്ഞു. ആ പ്രാവശ്യം ലോട്ടറി വെച്ച് അയാൾക്ക് കൃത്യം 25,000 റുപ്യ അടിച്ചു. സത്യമായിട്ടും അയാൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തേണ്ടോ? ഇല്ല. ഈ പരിപാടിയുണ്ട് ലളിതാ സഹസ്രനാമം, നമുക്ക് ആവശ്യമുള്ളത് തരും. പിന്നെ ലളിതാ സഹസ്രനാമം പഠിപ്പിച്ചും കൊണ്ട്, ഇപ്പോൾ നിങ്ങളൊരു ശിഷ്യ പഠിക്കുക, ഇപ്പം നിങ്ങൾക്ക് അവളുടെ ആകർഷണം തോന്നുന്നോളൂ, ഇവളെ ഒന്ന് ഇപ്പോൾ കയറി പിടിച്ചാലെന്താ, തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിച്ചിട്ടേ അമ്മ പോവുള്ളൂ. കാരണം ഇത് സ്പിരിച്വൽ ടെക്സ്റ്റാണ്. നിങ്ങളുടെ തോന്നിയാസം കളിച്ചാൽ വിവരം അറിയും. അവിടെ ഒരു ചോദ്യം, ഈ ശ്രീവിദ്യയുടെ എല്ലാവരും കാണുന്ന ഒരു വലിയ ശ്രീവിദ്യ ഒളിഞ്ഞെടുക്കുന്നത് ലളിതയിലാണെന്ന് പറയുന്നല്ലോ. അത് രണ്ടല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലല്ല, ലളിത ശ്രീവിദ്യ എന്ന് പറയുന്നത് രാജവിദ്യയാണ്. ഇപ്പം എല്ലാവരും ചിന്ത ഇതങ്ങനെ ജപിച്ചാൽ ഉടനെ ബെൻസ്വരിയായി ശ്രീവിദ്യ, അങ്ങനെയല്ല. അത് ഡീകോഡ് ചെയ്യും. ഇത് ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ലളിതാംബികയുടെ വിദ്യയാണെന്നാണ് പുറത്ത് അറിയപ്പെടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നിഷ്കള ബ്രഹ്മോപാസനയാണ്. എന്നുവെച്ചാൽ യാതൊരു രൂപവുമില്ലാതെ ഈശ്വരനെ ആരാധിക്കുന്ന ഏറ്റവും ഉയർന്ന ആ ഐക്യഭാവമാണത്. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈരഹമിത്യേവ വിഭാവയേ മഹേഷീം. ഞാനെന്ന രീതിയിൽ അഹം, എൻ്റെ അകംപൊരുൾ അമ്മ തന്നെ, ഞാൻ തന്നെ ദേവി എന്ന അവസ്ഥയാണത് ശ്രീവിദ്യ എന്ന് പറയുന്നത്. ദ്വൈതമില്ലാത്ത അദ്വൈത വിദ്യയാണ്. ദ്വൈതവർജിത, നിർദ്വൈത, വേറൊരു ദേവതയില്ല അവിടെ ശ്രീവിദ്യയുടെ തലത്തിൽ. അതുവരെ എന്തുണ്ട്? ലക്ഷ്മിയുണ്ട്, കാളിയുണ്ട്, ചണ്ഡികയുണ്ട്. ശ്രീവിദ്യയുടെ തലത്തിൽ അതാണ് ശ്രീവിദ്യയും രമണ മഹർഷി ഒന്നിക്കുന്ന സമയം. ഞാൻ ആരാ എന്ന പരമമായ ചോദ്യവും ശ്രീവിദ്യയും ഒന്നാണ്. വിചാരമാർഗത്തിൽ ഞാൻ ആരും അന്വേഷിച്ചു പോകുന്നവനും ശ്രീവിദ്യാ ഉപദേശം നേടുന്നവനും എത്തുന്നത് നിഷ്കളമായ ഈ ബ്രഹ്മാത്മൈക്യ സ്വരൂപമാണ്. അതിലേക്ക് എത്തുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യം. ഷോഡശി എന്നൊക്കെ പറയുന്നത് അതാണല്ലേ ഷോഡശി. അതല്ലേ പറയുന്നത്, ശിവവാക്യം ഉണ്ടല്ലോ, രാജ്യം കൊടുക്കാം, സ്വന്തം ഭാര്യയെ പോലും കൊടുക്കാം, ഷോഡശി കൊടുക്കരുതെന്ന്. തല കൊടുത്താലും ഷോഡശി കൊടുക്കരുതെന്ന്. കാരണം ശിവൻ്റെ സ്ഥാനമാണത്, ദേവിയുടെ ഭർത്തൃത്വമാണ്, പരിപൂർണ്ണ ഐക്യഭാവമാണ്. ലളിതാ സഹസ്രനാമം ചെയ്യുന്നവന് വിശേഷ ശ്രീവിദ്യ ഉപദേശില്ലെങ്കിലും അനുഭവം ഉണ്ടാവും. തമാശയല്ല പറയുന്നു. നിത്യേന ലളിതാ സഹസ്രനാമം നിഷ്ഠയോടെ ജപിക്കുന്നവൻ അറിയാതെ ശ്രീവിദ്യയാണ് ജപിക്കുന്നത്. അതാണ് ചോദിച്ചത്. അതിനതുണ്ട്. കഞ്ഞി കുടിച്ചാൽ വേറെ വെള്ളം കുടിക്കണ്ട. വേണോ? കഞ്ഞി കുടിച്ചാൽ അതിൽ വെള്ളമുണ്ടല്ലോ, വറ്റുമുണ്ട്, വിശപ്പം മാറും, ദാഹം മാറും. ശരിക്കും അപ്പോൾ അതൊരു വേറെ തലത്തിലേക്ക് നമ്മളിപ്പം മീനിങ് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ ജപിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രീവിദ്യ ഉപാസകനായി മാറുകയാണ് അറിയാതെ തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഞാൻ വാടിയ സാറെ പറഞ്ഞില്ലേ, ഇപ്പോൾ സാറ് മരിക്കുമ്പോൾ സാറ് സമാധാനമായിട്ട് മരിക്കുമോ എന്നെനിക്ക് ശങ്കയില്ല.
സമാധാനമായിട്ടേ മരിക്കുള്ളൂ. സ്വാർത്ഥതയില്ലാതെ ജീവിച്ചാൽ മതി. അതിന് ലളിതാസഹസ്രനാമം ചെയ്തിട്ട് സ്വാർത്ഥമായിട്ട് അനിയനെതിരെ കേസ് കൊടുക്കുക, അച്ഛനെതിരെ കേസ് കൊടുക്കുക. അതുകൊണ്ട് അപ്പം നമ്മുടെ കർമ്മം വളരെ പ്രധാനമാണ്. ഇന്നത്തെ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ സ്വാർത്ഥന്മാർ ശ്രീവിദ്യക്കാരാണ്. അതും കൗള മാർഗത്തിൽ. ഇപ്പോൾ വേറൊരു തമാശ കേൾക്കണോ? ഞാൻ കഴിഞ്ഞ മാസം ഒരു ശ്രീവിദ്യ ഉപാസകൻ, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു. ഞാൻ ഇയാൾ വിളിച്ചാൽ എനിക്ക് എപ്പോഴും തലവേദന എടുക്കും. എന്താ പറയുക, ആ കോളുകൾ കാണുമ്പോൾ എനിക്ക് തലവേദന എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു തവണ ഞാൻ എടുത്തു, വെറുതെ ഇരിക്കുക, എൻ്റെയൊക്കെ ശനിപ്പഴയ്ക്ക്. അപ്പോൾ ഒരു മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ അയാൾ ചില കാര്യങ്ങൾ ഞെട്ടിപ്പോയി. ഞാൻ ഈ കുളാർണവ തന്ത്രത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഈ കേരളത്തിൽ കണ്ടിരിക്കുന്ന വലിയൊരു, എല്ലാവരെയും അല്ല കേട്ടോ, ഒരു 10 പേരെ മാറ്റി ചേർത്താം, വലിയൊരു ശതമാനം ശ്രീവിദ്യക്കാരും ലൈംഗികതയെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ്. ഒരു ചോദ്യം കേൾക്കാറുണ്ട്. ഈ ഒരു ഇത് ശ്രീവിദ്യയിലേക്കൊക്കെ വളരെയധികം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു മാഗ്നറ്റായി മാറും, തേങ്ങയായി മാറും, ഒരു മാഗ്നറ്റുമായി മാറും. പിന്നെ ഷാറൂഖ് ഖാനല്ലേ? ഇപ്പോൾ ഷാറൂഖ് ഖാൻ ഇറങ്ങി റോട്ടിൽ നിൽക്കുന്നു, ഈ ഉപാസകൻ നിൽക്കുന്നു, ആയിരത്തി ആൾ വരിക. എൻ്റെ ഒരു ഫ്രണ്ട് കുറേ തമാശയുണ്ട്. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പോലീസുകാരനാണ്. അപ്പോൾ അവൻ എന്നെ കാണാൻ കോഴിക്കോട് പാളയത്ത് ഞാൻ കാത്തു നിൽക്കണം. ഇവനെയും കൂട്ടി വീട്ടിൽ പോയി ചായ കുടിക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇവൻ തൃശ്ശൂരിൽ നിന്ന് ഒറ്റം വണ്ടി കയറി വരും, ട്രെയിൻ കയറി വരികയാണ് ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അതാ നീ നിൽക്കണേ, ഞാൻ 6 മണിക്ക് അവിടെ എത്തും, 5 മണിക്ക് ശരി നീ വന്നോണ്ട് ഞങ്ങളവിടെ നിൽക്കണം. ഞാൻ കൂട്ടുകാരുണ്ട്, എൻ്റെ വേറൊരു സുഹൃത്തുണ്ട് കൂടെ. അപ്പോൾ ഇവനിങ്ങനെ ഈ പറഞ്ഞ ഇച്ചിരി വായി നോട്ടൊക്കെ ഉള്ള. അപ്പോൾ അവനിങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണല്ലോ നിൽക്കണം. അവൻ ഇപ്പോൾ ഒരു പെൺകുട്ടി അവനെ തന്നെ നോക്കി നിൽക്കാത്രേ, അതായത് എൻ്റെ സുഹൃത്തിനെ തന്നെ ഇങ്ങനെ നോക്കിക്കാത്രേ ആ തിരക്കിൽ, ട്രെയിനിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ വന്ന ഉടനെ ഈ കഥയാൻ പൊട്ടിക്കുന്നത് എന്ത്, ഏട്ടാ ഒരു നല്ല പെൺകുട്ടി എന്നെ തന്നെ നോക്കിക്ക ട്രെയിനിൽ നിന്ന്. ഇപ്പം എൻ്റെ സുഹൃത്ത് കൂടെ അതിഗംഭീരമായ തമാശ പറഞ്ഞിരുത്തനാ. അവൻ പറയാ, ഞാനൊക്കെയാണെന്ന് തിരിഞ്ഞു നോക്കുന്നത്. മനസ്സിലായോ? നമ്മളെ തന്നെയാണ് നോക്കുന്നത് അറിയണ്ടേ. ബാക്കിൽ വേറെ നല്ല സുന്ദര ചെറുക്കന്മാരുണ്ടെങ്കിലും ശ്രീവിദ്യക്കാരെ തള്ളിങ്ങനെയാണ്, മാഗ്നറ്റാവും, എന്നെ എല്ലാവരും ആകർഷിക്കും. 10 പേര് ഞാനൊന്നും പറയുന്നില്ല. ഷാറൂഖ് ഖാൻ ശ്രീവിദ്യ ഉപയോഗിച്ചില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ അല്ല രജനീകാന്ത്. രജനീകാന്തിനെ സ്പിരിച്വലായിട്ട് എന്തുണ്ടെന്ന് വിചാരിക്കുക. രജനീകാന്തിനേക്കാളും മാസ് ചെയ്യുന്ന ആളല്ലേ മറ്റേ ആൾ. വിജയ് എന്ത് ശ്രീവിദ്യ ഉപയോഗിച്ചില്ല? വിജയാണ് ഒരു ഷോക്കടിച്ചാൽ പോലും അഭിനയില്ല, ഷോക്കടിപ്പിച്ചാൽ പോലും മുഖത്ത് ഭാവം വരാത്ത ആളാണ്. അയാൾക്ക് ഒരു പടത്തിന് 140 കോടിയൊക്കെ വാങ്ങുന്നത് കേൾക്കണേ. അപ്പോൾ യു സി ഇറ്റ് ഈസ് ബേസിക്കലി യുവർ കർമ്മ. നിങ്ങൾ ഈ എന്ത് മന്ത്രം ഉപവാസിച്ചുള്ള അല്ല, രാമനാമം കൊണ്ട് ലോകത്തെ മുഴുവൻ ആകർഷിച്ചില്ലേ എത്ര രാമഭക്തന്മാർ. തുളസീദാസ് അടക്കമുള്ള. തീർച്ചയായിട്ടും ഇല്ലേ? വെറും കൃഷ്ണനാമം കൊണ്ട് ഈ ലോകം മുഴുവൻ അമ്മ, വെറും കൃഷ്ണനാമം, അമ്മ മീരാബായി പോട്ടെ, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പിന്നെ ഫോളോവേഴ്സ് ഉള്ള ഗുരു അമ്മയാണ്. അത് ഏറ്റവും താഴെക്കിടയിൽ മുതൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരുന്ന ആൾക്കാർ അമ്മയുടെ ശിഷ്യന്മാരുണ്ട്. അത് പിന്നെ അമ്മ ശ്രീവിദ്യ പിന്നെ ആക്കിയിട്ട ഇപ്പോൾ ഒരാളെ ഇന്ന ജി കൊടുത്ത് ഒരു ജിയും കൊടുത്തിട്ടില്ല. ആ ജി അമ്മയുടെ അടുത്ത് വരുന്ന 80-കൾക്ക് ശേഷമാണ്. നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. അമ്മയ്ക്ക് ഒരു ജിയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൃഷ്ണനാമം ജപിച്ച ആകർഷണം ഉണ്ടാവില്ല. നിങ്ങൾ ആകർഷണം ഉണ്ടാക്കാൻ എന്തിനാണ് ഇങ്ങനെ മെനക്കെടുന്നത്? അതെന്ത് വൃത്തിയായിട്ടൊരു ഈഗോ ആണത്. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഈ മെഗലോമീനിയ എന്നതിന് പേര്, ആകർഷണം എന്നല്ല, മെഗലോമീനിയ. കേരളത്തിലെ മലയാളത്തിൽ ഒരു നടനുണ്ട് അങ്ങനെ ഒരു സുഖം, എന്നോട് വേറെ ആൾ പറഞ്ഞിട്ട്. ഇവൻ മാതങ്കി ദേവിനെ ഉപാസിക്കുന്നത് എന്താ പറയുക, വശ്യത്തിനാണ്. ഇങ്ങനെ വളരെ എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനം. ഇവൻ ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ അറിയാം, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ടോക്സിക്കാണ്. അത് കാണുമ്പോൾ നമ്മൾ മാതങ്കി അങ്ങനെ എനിക്ക് പണ്ട് പറഞ്ഞു പറഞ്ഞില്ല, ഹയസ്റ്റ് ഫോം ഓഫ് സരസ്വതിയാണ്. അതെ, പിന്നെ പക്ഷെ അതെങ്ങനെയാണ് അവർ അപ്പോൾ ഈ വരുന്ന പൊട്ടിമുളച്ച് വരുന്ന പല പുതിയ ഗുരുക്കന്മാരാണെന്ന് പറയപ്പെടുന്ന ആൾക്കാർ പോലും പറയുന്നത് വശ്യത്തിൻ്റെ ദേവതയാണ്. ഞാൻ ചോദിക്കാം, ബേസിക്കലി എന്തിനാണ് നിങ്ങൾ വശ്യം ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ എൻ്റെ ഭാര്യ എനിക്കുണ്ട്, ഞാൻ എന്തിനാണ് വേറെ ആളെ വശ്യം ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, അപ്പോൾ ഞാൻ വേറെ അമ്മായിയമ്മയെ വശ്യം ചെയ്യുക എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഒരു ഉദ്ദേശം? അല്ലെ നാട്ടിലുള്ള വേറെ സ്ത്രീകളെ ആകർഷിക്കുക, എന്തിനാ വശ്യം ചെയ്യുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതെ, ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ശാസ്ത്രപ്രകാരം ഇവൻ കല്യാണം കഴിക്കണം,
ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്തിനാണ് വേറെ സ്ത്രീകളെ വശം ചെയ്യുന്നത്? അതിന് എന്തിനാണ് മന്ത്രം ജപിക്കുന്നത്? മാതംഗിക്ക് ബ്രോക്കർ പണിയുണ്ടോ? എനിക്ക് തോന്നിയത് മനസ്സിൽ തോന്നിയ ഒരു സത്യമാണ്. അല്ല, അങ്ങനെ പറയപ്പെടുമ്പോൾ നമ്മൾ സാധാരണ ആയിട്ടുള്ള നമ്മളെപ്പോഴും പറയുന്ന ഒരു ലേമൻ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ പെട്ടുപോലെ ഇത് കേൾക്കുമ്പോൾ. ഞാൻ തമാശയായിട്ടല്ല, സത്യം പറയാം, കോഴിക്കോട് ജില്ലയിൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ആണ് ഒരാൾ. അയാൾ പെട്ടെന്ന് കാണാനില്ല. അപ്പോൾ അയാൾ പിന്നെ ശ്രീവിദ്യയ്ക്കൊക്കെ പോയി തന്ത്രം പഠിക്കാൻ പോയി എന്നൊക്കെ കേട്ട് ഞാൻ. പക്ഷെ ഞാൻ അയാൾ പിന്നെ ബന്ധമുണ്ട്, ഫോൺ നമ്പറൊന്നും അന്ന് കയ്യിലില്ല, അന്ന് ഫോണും ഇല്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുന്നൊരു പയ്യൻ അവിടെ, ഏട്ടാ ഒരു പ്രശ്നമുണ്ട്, രാത്രിയിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് അവൻ്റെ ചെറിയ ഫോണിലേക്ക് കോൾ വരും, എന്നിട്ട് മുകളിലും ഞരങ്ങലൊക്കെയാണ് ഫോണിൽ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ഇത് വേണ്ടാത്ത മെസ്സേജൊക്കെ ഇങ്ങനെ ടെക്സ്റ്റായിട്ട് അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം ആരാണെന്ന് അറിയാലോ. അപ്പോൾ വെറുതെ നീ വിളിക്കാൻ, ഉച്ചനേരത്ത് 2 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. ഫോൺ എടുത്തു. ശബ്ദം ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ബൈക്ക് എടുത്ത്, നമ്മൾ വിക്ടർ ബൈക്ക്, പഴയ TVSൻ്റെ, വാ പോകാൻ പറഞ്ഞു. പോയി വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു അവിടെ ഇല്ല പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് ഒച്ചയുണ്ടാക്കി. അപ്പോൾ നോക്കുമ്പോൾ ആശാൻ ഇതിനേക്കാൾ വലിയൊരു കസേര, ഇവർക്കൊക്കെ അതിൽ ഭയങ്കര ഭ്രമമാണ്, വലിയ കസേര ഉണ്ടാക്കും, വ്യാസപീഠം എന്തായാലും പറയാം, ഒരു പീഠം ഉണ്ടാക്കും. ആദ്യം ആശാരിമാരെ ആദ്യം കാണും, ഒരു പോയിട്ട് നല്ല ആശാരിമാരെ കണ്ടിട്ട് പറയും ഞങ്ങൾക്ക് നല്ലൊരു പീഠം ഉണ്ടാക്കണം. ഇവർക്ക് ഈ ആത്മസാക്ഷാത്കാരത്തിന് മുമ്പ് ഇങ്ങനത്തിനൊക്കെ ആഗ്രഹമാണ്, വലിയ കസേരയിലിരിക്കണം. അതൊക്കെ ഈ ഒരുതരം മെഗലോമേനിയാണത്. വലിയ കസേര ഇരിക്കുന്നതെല്ലാം മോശക്കാരെന്നല്ല. ഇപ്പം നരേന്ദ്രമോദിക്ക് നമ്മൾ പ്ലാസ്റ്റിക് കസേര ഇട്ട് കൊടുത്താൽ പോരാ, അയാളുടെ സ്ഥാനം നമ്മൾ മാനിക്കണം, അല്ലേ? ഇത് നമ്മളൊന്നും അല്ലാത്ത, ഒരു റേഷൻ കട പോലും ഇല്ലാത്ത ഇവനെന്തിനാണ് ഈ കസേര നമ്മൾ വിചാരിക്കില്ലേ? അവർക്ക് ആ മെഗലോമേനിയാണത്. കസേര ഇരുന്നിട്ടാണ് വലിയ, അപ്പോൾ ഇയാൾ വലിയ കസേര ഇരിക്കുകയാണ്. അപ്പം എന്നിട്ട് പാദം ഒരു വെറുതെ നിലത്തുമ്പോഴമാർ നിലത്ത് വെച്ചാൽ ശരിയാവില്ല, അവർക്ക് ഉറപ്പായിരിക്കും, അവർ പീഠം വെച്ച് അതിലായിരിക്കുന്നത്. അത് ഭയങ്കര കസേര. ഞാൻ ആ കസേര ആരും കൊണ്ട് എടുപ്പിച്ചാലോ വിചാരിച്ചിട്ടുണ്ട്. അത്ര അടിപൊളി കസേര, വാർവർ ഷോപ്പിലുള്ള കസേരയില്ലേ, ഞാൻ തിരിയുന്നത് ആ ജാതി കസേര. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, എന്താണ് നീ കാണിക്കുന്നത് രാത്രി ആൾക്കാരെ വിളിച്ചിട്ട്? ഇത് ആണും പെണ്ണും വ്യത്യാസമില്ലാണ്ട് കുറേ പറഞ്ഞു ഞാൻ. എൻ്റെ ഗ്രഹപ്പഴയാണെന്നറിയില്ല, അയാളൊരാഴ്ച കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തു. അയാൾ. ഞാനയാൾ ചോദിച്ചു, എന്തിനാണ് നീ, അത്ര നല്ല സുഹൃത്തായിരുന്നു ആൾ, നീ എന്തിനാണ് ഇങ്ങനെ ആയിപ്പോൾ? അമ്മ ഒന്നും ഗുരുവില്ലേ, നീ എന്തിനാ, നീ അമ്മ ഉള്ളപ്പോൾ നീ വലിയ പീഠം കയറ്റിയിരുന്നു, നീ ആയോ, ഞാൻ ആത്മസാക്ഷാത്കാരം നേടി, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പുള്ളി എൻ്റെ അത്ര നല്ല സുഹൃത്തായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ, നല്ലൊരു സാധകൻ വഴിതെറ്റി നശിക്കാൻ ഈ ഭ്രമം കാരണമാവും. അയാൾ നല്ല വസ്ത്രം എടുക്കരുതെന്നോ, നല്ല വാഹനത്തിൽ സഞ്ചരിക്കരുതെന്നോ, വീട് വാങ്ങരുതെന്നോ, സ്ഥലം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റ് ചില ഭ്രമങ്ങളിൽ ആളുകളെ വശീകരിക്കുക, അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. വളരെ മോശപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ലൈംഗികമായിട്ട് എല്ലാ മനുഷ്യനും ലൈംഗിക ആസക്തി ഉണ്ടാവും. അത് നിങ്ങളുടെ ഇണയോട് തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആളോട് തീർക്കുക. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ വശീകരിച്ച് എന്ത് ചെയ്യാനാണത്? നാട്ടുകാരെ മുഴുവൻ വശീകരിക്കാൻ വേണ്ടി മാതങ്കി ഉപയോഗിക്കുക പറഞ്ഞാൽ അത് പാപമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ പൊട്ടിയേറ്റപ്പെടുന്നു. മാതങ്കി എന്ന് പറയുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ അവർ പറയപ്പെടുന്നത്, നമുക്ക് കിട്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ചാനലാവുന്ന സ്ഥിതിക്ക് പല ആൾക്കാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. അപ്പോൾ വരുന്നൊരു ചോദ്യമാണത്, അങ്ങനെ ഒരു വശീകരണ മന്ത്രമായിട്ട് ആരെങ്കിലും മാതങ്കി യൂസ് ചെയ്യാറുണ്ടോ? അല്ല, അതൊക്കെ യൂസ് ചെയ്യാമായിരിക്കാം. അല്ല, ഇതിലൊക്കെ ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ കത്തി തരികയാണ്, നിങ്ങളോട് വേണേൽ ഇങ്ങനെ ക്ഷൗരം ചെയ്യാം, സ്വയം കുത്തി മരിക്കുക, അല്ല മറ്റുള്ളവരെ അതൊക്കെ കത്തിക്കുക എന്നും അറിയില്ല, കത്തി ഉപയോഗിക്കുന്നില്ലായിരിക്കും. മന്ത്രത്തിന് 6 ഉപയോഗമുണ്ട്. ഷഡ്കർമ്മ പ്രയോഗം ചെയ്യാൻ ചില മന്ത്രങ്ങളെ കൊണ്ട്. അതിൽ വശ്യം ഒന്നാണ്. മോഹനം, പിന്നെ ഉച്ചാടനം, സ്തംഭനം, മാരണം ഒക്കെ ചെയ്യാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ട്, അതിൻ്റെ ശക്തി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ റീകോയിൽ ചെയ്യുന്നില്ലേ, ആ സമയത്ത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ വിചാരിക്കുന്ന അതിലേക്കൊന്നും ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഒരു കാര്യം, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു മനുഷ്യന് ബേസിക്സ് ആയിട്ട് വീട്, വാഹനം, ഭാര്യ, വിവാഹം, ശാന്തമായൊരു കുടുംബം, സത്കീർത്തി വേണേൽ ആവാം, ഒക്കെ വേണം. അതിന് ലളിതാസാം മതിയല്ലോ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അത് നടത്തി തരും. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ലോകം മുഴുവൻ വശീകരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നില്ല എനിക്ക്. അതൊക്കെ ഒരുതരം മെഗലോമേനിയുടെ വേറൊരു വേർഷനാണ്.
ഇപ്പോൾ ചില സ്ഥലത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുമ്പോൾ ആളുകൾ വന്നിട്ട് നമസ്കാരം ഗുരുജി എന്ന് പറയാറുണ്ട്. അത് വശ്യമായിട്ട് എനിക്ക് തോന്നാറില്ല, അവർക്ക് എന്നോട് സ്നേഹമായിട്ടാണ് തോന്നുന്നത്. സ്നേഹം. അതെ, ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്, ഹിന്ദുധർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കണ്ട സകല നാസ്തിക മറ്റ് ധർമ്മങ്ങളിലുള്ള ആളുകൾ, മതങ്ങളിലുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫിലോസഫി പ്രചരിപ്പിക്കുന്നതായിട്ട് തർക്കിക്കുന്നതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. ജെന്യുവനായിട്ട് സ്വന്തം ശരീരം പോലും സംരക്ഷിക്കാതെ അത്രയധികം ഫൈറ്റ് ചെയ്യുന്ന വേറെ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പം. അതിന് തിരിച്ചു കിട്ടുന്ന സ്നേഹമാണത്. നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ള സ്നേഹമാണ് തിരിച്ചു കിട്ടുന്നത്. നിങ്ങളൊന്നും ചെയ്യാതെ ഒരു മുറി കുത്തിയിരുന്നിട്ട് മാതങ്കി ജീവിച്ചിട്ട് നിങ്ങളെല്ലാവരും ആകർഷിക്കണം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിലാണ് എനിക്ക് ചോദിക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജിയെ കുറേ പേര് ആദരിക്കുന്നുണ്ട്, ഞാൻ ആദരിക്കുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും. പക്ഷേ ഗാന്ധിജിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അതിന് ഒരുപാട് ഗുണങ്ങൾ അയാൾക്കുണ്ട്. വളരെ നിഷ്ഠാപൂർണ്ണ ജീവിതമായിരുന്നു അയാളുടെ. ഗാന്ധിജിയുടെ ജീവിതം നിഷ്ഠാപൂർണ്ണമാണ് വ്യക്തിപരമായിട്ട്. സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും അത് ഭീഷണിയായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഗാന്ധിജി വ്യക്തിപരമായിട്ട് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്, നിഷ്ഠയും നിയന്ത്രണമുള്ള ആളാണ്. ഒരുപാട് ത്യാഗം എടുത്തിട്ടുമുണ്ട്. അതിനുള്ള വിലയാണ് ജനങ്ങൾ കൊടുക്കുന്നത്. ഒരു ത്യാഗം എടുക്കാതെ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ എങ്ങനെ വശീകരിക്കുന്നത്? മാതങ്കി, ഞാൻ പറയാം, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒരു ഗുണവും ചെയ്യാതെ കുത്തിയിരുന്ന് മാതങ്കി 10 ലക്ഷം ജപിച്ചാലും ഒരു പട്ടി നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. ഇത് ഉറപ്പ് എഴുതി വെച്ചോ. പിന്നെ ഈ ആളുകളുണ്ട്, വേറൊരു തരം ആളുകൾ, അതൊരു മാനസിക രോഗമാണത്. എന്ത് വൃത്തികേട് ചെയ്തിട്ടും പ്രൈവറ്റ് ചാനലുകൾക്ക് അത് വിറ്റിട്ട് പ്രശസ്തരാകുക, അങ്ങനെ ചിന്തയുണ്ട്. സമൂഹത്തിൽ കണ്ടാൽ ജുഗുപ്സാവഹമായ കാര്യങ്ങൾ ചെയ്തിട്ടും പ്രശസ്തരാകും. അപ്പോൾ ഒരു പയ്യനുണ്ട്, പേര് ഞാൻ പറഞ്ഞു, തൊപ്പി എന്ന് പറഞ്ഞൊരു പയ്യൻ. അവനൊരു വീഡിയോയിൽ ഗെയിമറാണ് അവൻ എത്രയോ ഫോളോവേഴ്സ് ഉണ്ട് ഇവിടെ. അവനൊരു ദിവസം സ്വന്തം ട്രൗസർ ഇങ്ങനെ തുറന്നിട്ട് തുപ്പുന്നു ഉള്ളിലേക്ക്, എന്നിട്ട് അത് വീഡിയോ ആക്കിയിട്ട് അത് കണ്ടിരുന്നത്. അതിന് മില്യൺസ് വ്യൂ ആണ്. അപ്പോൾ അത്ര ആളുകൾ അയാളെ വശ്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതോ ലോകത്ത് ഇത്രയും പൊട്ടന്മാരുണ്ടെന്നാണോ? അപ്പം നമ്മളുടെ ഫോക്കസ് ഒരിക്കലും പുറത്തേക്കാവരുത്. പുറത്തേക്ക് ഫോക്കസ് വന്നാൽ അത് സ്പിരിച്വൽ അല്ല. ഞാൻ ഒരു മെറ്റീരിയോ സ്പിരിച്വൽ മാനാണ്. എനിക്ക് മെറ്റീരിയൽ ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് പാഠശാല കെട്ടാൻ സ്ഥലം വാങ്ങണം, അതിന് പൈസ വേണം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പൈസ ചോദിക്കും. ഇതാ ഇങ്ങനെ നമുക്കൊരു കോമൺ ഗോളുണ്ട്, അത് ഞാൻ ചെയ്യും. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഞാൻ ചെയ്യും. പക്ഷെ അതിങ്ങനെ സമൂഹത്തിൽ ഞാൻ ഒരു അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന ചില ടോപ്പിക്കുകൾ ഒന്ന് പറഞ്ഞു പോകാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ എന്തായാലും ഒരുപാട് എപ്പിസോഡ് ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് സമാധാനമായി സംസാരിക്കാം. തീർച്ചയായിട്ടും. ഇങ്ങനെ എഴുതപ്പെടുന്ന ചില സംഗതികൾ നമ്മളിടയ്ക്ക് കാണാറുണ്ട്. എന്നുവെച്ചാൽ സമൂഹത്തിൽ അവരൊന്നും ചെയ്യുന്നില്ല താനും, എന്നാൽ അത് ഏറ്റവും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നത് ഹിന്ദു ധർമ്മത്തെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിന് വേണ്ടി പലതവണ സംസാരിച്ച വ്യത്യസ്തമായി ഒരിക്കലും പബ്ലിക്കിലില്ലാത്ത വളരെ നോളജബിൾ, അങ്ങൊക്കെ റെഫർ ചെയ്ത് വളരെ നോളജബിൾ ആൾക്കാർ പേടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല. അവർ പറയുന്നത് എനിക്കിങ്ങനെ ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അതിനൊന്നും പെടാൻ താല്പര്യമില്ല, വേണ്ടവർക്ക് ഞാൻ പ്രൈവറ്റായിട്ട് പറഞ്ഞോളൂ. പക്ഷെ അവരൊക്കെ ശരിക്കും പോഡ്കാസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ അങ്ങേപ്പോലേക്ക് അത്രത്തോളം നോളജുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഗ്രാസ്പ് ചെയ്തിട്ട് കാര്യങ്ങളെ ജനങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ. പക്ഷേ ഇങ്ങനെ ഇത്രയും ഈ ഒരു കടിപിടി എന്തുകൊണ്ടാണ്? ഈ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ ആ തവളയുടെ കഥ അങ്ങ് പറഞ്ഞു ഓർക്കുന്നത്, അല്ല, നമ്മൾ തവളനെ സഞ്ചിയിലേക്ക് ഓരോ തവളയും ചാടിപ്പോവില്ല, തേളിൻ്റെ കഥ എല്ലാ തേളും പിടിച്ച് വലിച്ചിടുന്ന പോലെ ഒരു കാര്യം നമുക്ക് സമാധാനമായി ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഈ ഭയം വരുന്നത് ആത്മീയത ഇല്ലാത്തതുകൊണ്ടാണ്. അവൻ്റെ ഉറപ്പ് കിട്ടിയിട്ടില്ല. അറിവുണ്ടായിരിക്കാം, അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് പേടി വരുന്നത്. 10 പേർ ഗോഗോ വിളിക്കുമ്പോഴേക്ക് അയ്യോ ഞാൻ കുടുങ്ങാൻ പോകണമെന്ന് ഓർത്ത് പിൻവലിയുന്നത്. അതൊരു കാര്യം. ഞാനൊരിക്കലും എന്നെയൊക്കെ പല സ്ത്രീകളും വിളിച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു. ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് പണം പിരിക്കുക? ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ചോദിച്ചോ, പൈസ ചോദിച്ചോ? ഇല്ല. ഞാൻ പൈസ വാങ്ങി നല്ല തെളിവും കയ്യിലുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ചിലയ്ക്കുന്നത്? അപ്പം അങ്ങനെ ചിലർ ചിലയ്ക്കും, നമ്മളെ വിളിച്ച് പേടിപ്പിച്ച് നോക്കും, നിന്നെയൊക്കെ കൊടുക്കുവാടാന്നൊക്കെ പറഞ്ഞ് നോക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഗുരുവുണ്ട്, ഗുരുവിൻ്റെ നിർദ്ദേശം കേൾക്കും. പിന്നെ നല്ല ഓഡിറ്റർ എൻ്റെ നല്ല ഓഡിറ്റർ, എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വളരെ എഫിഷ്യൻറ്റ് മാനാണ്. അയാൾ പറയുന്ന ഇന്ത്യൻ നിയമത്തിലെ വ്യവസ്ഥകൾ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കത് മതി. ഇനി കാണ്ടിൽ വഴിയിൽ മദ്യ കച്ചവടം ചെയ്യുന്നവൾ, അപ്പുറത്ത് വള വെക്കുന്നവൾ, ഇപ്പുറത്ത് പിന്നെ ഒരു സൊസൈറ്റിയുടെ സെക്രട്ടറി ഒന്നും ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല.
ഒന്നാമത് കുശുമ്പ് ഭയങ്കര രോഗമാണ്, മാറാൻ പ്രയാസമുള്ള രോഗമാണ്. രണ്ടാമത് ഇവരെന്തുകൊണ്ട് ബാംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അടിച്ച് കൊല്ലുകയാണ് ദിവസവും? അതിനെതിരെ ചോദ്യം ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല. ഒരു പോസ്റ്റ് പോലെ ചെയ്യുക. എന്തുകൊണ്ടാണ്? അത് ചെറിയ ഇപ്പോൾ പോട്ടെ, ഞാനൊരു പറയാം. നമ്മൾ അറിയുന്ന ഒരു വലിയ യോഗ ഗുരുവിൻ്റെ ഇപ്പോൾ ഈ കാലത്തുള്ള, ഞാൻ അറിഞ്ഞത് ഏകദേശം 6 മാസത്തെ കോഴ്സിന് 7 ലക്ഷം രൂപയാണ് ഫീസ്. അതെ, 7 ലക്ഷം രൂപ, 7 ലക്ഷം രൂപ GST അടക്കം. അതിനാരും ചോദ്യം ചെയ്യുമോ? ഇല്ല. കുട്ടിന് ചിരട്ട ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. അല്ല, 7 ലക്ഷമാണ് അതിന് ഇൻക്ലൂസീവ്. അല്ല, എന്തുകൊണ്ട് അതൊന്നും ഒരു പോസ്റ്റ് ഇടാത്തവർ? അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ ലാഭമുള്ള വലിയ ആൾക്കൂട്ടങ്ങളെ നയിക്കുന്നവർ എത്ര കാശ് എങ്ങനെ വാങ്ങിയാലും അവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവനെ പറ്റി നീ കണ്ടെത്തിയിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തും. അവരെ പറ്റി ഒന്നും എഴുതില്ല. എഴുതും, ധൈര്യം വേണം. മുട്ടിന് ചിരട്ട ഉണ്ടാവില്ല. പിന്നെ നമ്മളെപ്പോലല്ല, നമുക്ക് ഗുണ്ടാ സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ഒരു പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. നമുക്ക് രാഷ്ട്രീയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു രാഷ്ട്രീയക്കാരോട്ട് നമുക്കൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഞാൻ വിളിച്ചാൽ ഇവിടെ കേൾക്കുന്ന ഒരു MLA ഈ കേരളത്തിലില്ല, MP ഇല്ല, MLA ഇല്ല. ഇപ്പോൾ വലിയവൻ ചെയ്താൽ അത് ബർമുഡ, വലിയവനിട്ടാൽ ബർമുഡ, നിങ്ങളിട്ടാൽ വള്ളിക്കളസ് എന്ന് പറയില്ല പണ്ട്, അതാണത്. അത് കേട്ട് പേടിച്ചോ? പേടിച്ചില്ല. ഞാൻ പേടിക്കുന്ന പരിപാടി പണ്ടേയില്ല. കാരണം ഞാൻ കണ്ടു വളർന്ന ഗുരു കനൽ വഴിയിലൂടെ വന്നവളാണ്. ഞാനും പട്ടിണിയുടെ അങ്ങേയറ്റം അനുഭവിച്ച് വന്നവനാണ്. ലൈഫ് ഒരിക്കലും എനിക്ക് ഒരു സമാധാനമുള്ളതായിരുന്നില്ല. അതിൽ നിന്ന് ഞാൻ തീച്ചൂളൻ തന്നെ ഞാനും വന്നു. അതുകൊണ്ട് പേടിപ്പിച്ചാലോ, അയ്യോ എന്നാൽ ഞാൻ ഇനി ഒരിക്കലും പാഠശാല കെട്ടില്ല, ഞാൻ ചേച്ചിയുടെ വീട്ടിൽ അടുക്കളപ്പണി ചോദിച്ചാൽ അതിനൊക്കെ പറ്റിയ പിന്നെ മണകുണഞ്ഞമ്മനെ കാണുമല്ലോ. ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാൻ എൻ്റെ പണിക്ക് ഞാൻ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകും. പിന്നെ അങ്ങനെ ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യം, എന്താ തമ്മിലടിയെന്ന്? എനിക്കാരോടും തമ്മിലടിയില്ല. ഒരു വിദ്വാൻ പിന്നെ പൂജ ചെയ്യുന്നിടത്ത് അവിടെ ഒരു യന്ത്രം എടുത്തിട്ട് അമൂലിൻ്റെ അടപ്പും കൂടെ തുറന്നപ്പോൾ ഞാൻ പീസായിട്ട് പോസ്റ്റ് എഴുതി. അയാൾ എനിക്കറിയുന്ന ആളാണ്. പക്ഷെ അത് ആ ഒരു സാധനം എടുത്തിട്ടുള്ള ചെയ്തെന്നാണല്ലോ. അല്ല, പോയിക്കോട്ടെ, അവിടെ മണ്ഡലമാണുള്ളത്, അതിന് പൂജയുണ്ടല്ലോ. പക്ഷേ അങ്ങേക്ക് ഇത് വിളിച്ച് പറയാമായിരുന്നു. വിളിച്ചു പറയായിരുന്നു. ഞാൻ എന്താ ചെയ്യാൻ അറിയോ? ഇവരാരും അന്ന് വരെ എന്നെ വേറൊന്നും വിളിച്ചിട്ടില്ല. എന്നെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുകയോ ഗുരുമൂർത്തി നിങ്ങളോട് ഇതിന് വരണം എന്ന് പറയുക ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വിളിച്ച് പറയാം. ഒരു നമ്പർ കയ്യിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ പിണറായി വിജയൻ നമ്പർ ഉണ്ട്, എനിക്ക് വിളിക്കാൻ പറ്റാളെ. എൻ്റെ കയ്യിൽ പിണറായി വിജയൻ നമ്പർ ഉണ്ട്, എനിക്ക് പിണറായി വിജയനെ വിളിക്കാൻ പറ്റുമോ? വിജയേട്ടൻ എന്തൊക്കെ ഉണ്ട്, അപ്പോൾ നീ ആരാടാന്ന് ചോദിക്കില്ലേ? എനിക്കിത് എന്നോടൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്ന ആളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ച് പറഞ്ഞാൽ. എന്നോട് കമ്മ്യൂണിക്കേഷൻ വെക്കാത്ത ആൾക്കാരോട്, അനങ്ങിയ ഗൾഫിലും അമേരിക്കയിലും മാത്രം പോയി സുഖലോലുപത ജീവിക്കുന്ന അവരുടെ തെറ്റല്ല, നല്ലതാണ്. എനിക്ക് എൻ്റെ ആവശ്യത്തിൽ ഗൃഹസ്ഥനാണ് അയാൾ, ചെയ്യണം, പണം ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അയാളൊരു കർമ്മത്തിൽ പിഴവ് വരുത്തുമ്പോൾ അതിനെ ഞാൻ പറയും. അയാളുടെ സൗഹൃദം ഉണ്ടെങ്കിൽ അയാൾ വിളിച്ച് പറയും, സൗഹൃദമല്ലേ ഞാൻ പോസ്റ്റ് ഇടും. പോസ്റ്റ് ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, ആ ചെയ്തത് സാക്രിലിജിയസ് ആയതുകൊണ്ടാണ്. അയാൾ പണം ഉണ്ടാക്കുന്നത് ഞാൻ ഒരിക്കലും തരില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദുക്കളിലെ ഗൃഹസ്ഥന്മാർ നല്ലവണ്ണം പണം ഉണ്ടാക്കണം. എൻ്റെ ടാർഗറ്റ് 1000 കോടി ഉണ്ടാക്കണം എന്നാണ്. അല്ലാതെ ആത്മഹത്യ ചെയ്യണം. ഞാൻ ആരെയും ടാർഗറ്റ് വെക്കുക? വേറുള്ളവൻ നാളെ ലോൺ കടം കയറി ചാവണമെന്ന് ആരെയും ആഗ്രഹിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും. സന്യാസാശ്രമങ്ങൾ ഇങ്ങനെ പെരുത്ത് വീർത്ത് വരികയാണ്. അതെ, ഹിന്ദുക്കൾ മെല്ലിഞ്ഞ് ഒട്ടി നട്ടൽ പുറത്ത് കാണാം. അത് ആ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ തവണയും സംസാരിച്ചു. അതെ, എന്താണത്? ഞാൻ ഒരു കമ്മ്യൂണിറ്റി പറയുന്നല്ല, വൈ വി ആർ ആക്ച്വലി ലാഗിങ് ഓൺ മണി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നോക്കൂ, കാത്തലിക്സ് അച്ഛന്മാർ സുഖലോലുപത്തിലാണ് കഴിയുന്നത്, നല്ലോണം പൈസ ഉണ്ടാക്കിയിട്ടാണ് കഴിയുന്നത്. പക്ഷേ അവരൊരു കാര്യം ഉറപ്പ് വരുത്തും, എല്ലാ ക്രിസ്ത്യൻ കുടുംബത്തിലും തൊഴിലുണ്ട്. കണക്കെടുക്കുക, കഴിഞ്ഞ 20 കൊല്ലത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്ത ഹിന്ദുക്കൾ എത്ര, ക്രിസ്ത്യാനികൾ എത്ര, മുസ്ലിങ്ങൾ എത്ര? നിങ്ങൾ ആത്മീയ ഗുരുക്കന്മാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടോ? എന്താ അതിന് സൊല്യൂഷൻ ഇല്ലാത്തത്? നിങ്ങൾ വശ്യം ചെയ്ത് ഗുരു വീർക്കുക, അങ്ങനെയല്ല. എൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി ഞാൻ ഗൃഹസ്ഥനാണ്, ഋഷിത്വമാണ് എൻ്റെ മാർഗം, സന്യാസമല്ല. സന്യാസി വേറെ, ഋഷി വേറെ. സന്യാസി സർവ്വസംഘപരിത്യാഗിയാണ്. രാമകൃഷ്ണ പരമഹംസദേവൻ പറയുന്നത് സന്യാസി സ്ത്രീയുടെ പ്രതിമയിൽ പോലും നോക്കരുത് എന്നാണ്. സ്ത്രീയുടെ പ്രതിമയിൽ പോലും നോക്കരുത്. ഇന്ന് സ്ത്രീകളുടെ തോളത്ത് കേട്ടിട്ട് പറയാം എല്ലാം ഒന്നല്ലേ എന്ന്. അവസാനം നാമൊന്നും നമുക്കൊന്നും നാവൊന്ന് പേടി. എനിക്ക് നമുക്കൊന്നും വേണ്ട, അങ്ങനെ തുടങ്ങിയല്ലോ. ഞാൻ പറഞ്ഞ അർത്ഥം വേറെ. മനസ്സിലായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സന്യാസ മഠങ്ങളെല്ലാം പെരുത്ത് ചീർത്തു വരികയാണ്. അത് തെറ്റല്ല, അഭിമാനമാണ് ഹിന്ദുക്കളുടെ മഠം. ഇത് എൻ്റെ ചോദ്യം, എല്ലാ കുടുംബത്തിലും ഇതിൻ്റെ ഗുണമെത്തേണ്ടതെന്നാണ്. സമൃദ്ധി. ആ കാത്തലിക് ചേർച്ച് അതിൻ്റെ ഒരു മാതൃക കണ്ടില്ലേ നിങ്ങൾ? അവരിൽ പ്രശ്നങ്ങളില്ലെന്നല്ല, അവരുടെ കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ കുറവാണ്.
എന്തു പ്രശ്നത്തിനും ഇടവക പള്ളിയിൽ അച്ഛനോട് സംസാരിച്ച് പരിഹാരം കണ്ടെത്താൻ പറ്റും. എല്ലാ ഞായറാഴ്ച പള്ളിയിൽ അയാളുടെ കയ്യിൽ അവരുടെ എല്ലാം ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ഉണ്ടാവും. ആൻഡ് എവറി സൺഡേ ദേ മേക്സ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ രാത്രി മിഡ് നൈറ്റ് പോണ സമയത്ത് ഭക്ഷണം കഴിയായിരിക്കുമ്പോൾ ആ കുട്ടികളുടെ സംഭാഷണം നടത്തി അവൻ പറയാം ഞാൻ കാലത്ത് പള്ളി പോയിട്ട് വരാം. ഞാൻ പറഞ്ഞത് മോർണിംഗ് ഇല്ല, ഞാൻ പറഞ്ഞത് ആവശ്യത്തിലേറെ അതിവിപുലമായ സാഹിത്യമുള്ള മതമാണ് ഹിന്ദുമതം. വേദം മുതൽ പുരാണം വരെയുള്ള അനേകം ഗ്രന്ഥരാശികൾ, എത്രയോ ആയിരക്കണക്കിന് മഹാത്മാക്കൾ, അവതാരങ്ങൾ. പക്ഷേ എന്തുകൊണ്ടാണ് നന്നാവാത്തതെന്നറിയോ? സന്യാസിമാരെല്ലാം ഇപ്പോൾ ഗൃഹസ്ഥന്മാരെക്കാൾ സുഖത്തിലാണ് ജീവിക്കുന്നത്. ഈ സന്യാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒറ്റയ്ക്കാണ് ഹിന്ദുമതത്തിൽ, മറ്റേ മതം പോലെയല്ല. ചില അയാൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, അയാൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. അയാൾ വീടും കൂടും ഉപേക്ഷിക്കുകയാണ്. ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. ഗൃഹസ്ഥൻ ഈ സന്യാസിമാരുടെ അടുത്ത് പോയിട്ട് കേൾക്കുന്നുണ്ടെന്നറിയോ? ഒന്നിലും ആശ വെക്കരുതേ, എല്ലാം ക്ഷണികമാണേ, നീ ശരീരമല്ല ആത്മാവാണ്. സന്യാസിയുടെ ആശ്രമത്തിൽ സദ്യയാണ് എല്ലാ ദിവസവും. ഈ ആത്മാവാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു തെറ്റാണത്. സന്യാസിമാർ പഠിപ്പിക്കരുത്. സന്യാസിമാരല്ല ഇത് പഠിപ്പിക്കേണ്ടത്, ഗൃഹസ്ഥരാണ് സനാതനധർമ്മം പഠിപ്പിക്കേണ്ടത്. എൻ്റെ വളരെ കാലത്തെ അനുഭവത്തിൽ ഞാൻ പറയണം. സന്യാസിമാർ പഠിപ്പിക്കേണ്ടത് വേദാന്ത ശാസ്ത്രമാണല്ലോ, അത് അവസാനം പഠിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ പക്വത നേടി ജീവിതത്തിൻ്റെ ആ ഫാഗൻ്റാണത്. ഇത് ക്രിസ്തുമതത്തിൻ്റെ ചെറിയ തെറ്റ് പറ്റി പറയുകയാണ്. അപ്പോൾ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ പറയും സ്വയംഭോഗം ചെയ്യരുതെന്ന് പറഞ്ഞു വരിക. പിന്നെ ഇത് എന്തിനാണ് ആട്ടിക്കൊണ്ട് നടക്കുന്നത്? ആ കുട്ടിയുടെ നാച്ചുറലായിട്ടുള്ള ക്യൂരിയോസിറ്റിയെ പാപത്തിൻ്റെ ടാഗ് ഇട്ട് കെട്ടുകയാണല്ലേ. സ്വയംഭവം ചെയ്ത പാപമാണ്. ദൈവത്തിന് ഇതാണോ പണി നോക്കിയിരിക്കുകയാണോ? എനിക്ക് വളരെ വൃത്തികേട് തോന്നുന്നു. ഒരാൾ കടപ്പുറയിലേക്ക് നോക്കിയിട്ട് നിന്നെ ശരിയായി തരാണെന്ന് പറയുക ദൈവത്തിന് പണി. അപ്പോൾ ആ തലത്തിലേക്ക് സന്യാസിമാർ എടുക്കേണ്ട ഇവിടെ ജോലി എന്ത്? ഒന്നും ആഗ്രഹിക്കല്ലേ. അപ്പോൾ ഈ ഗൃഹസ്ഥൻ സ്വാമി ഞങ്ങളുടെ കിഴക്കേ പറമ്പ് സ്വാമിക്ക് തട്ടുവോ പാടുണ്ടോ? ആ കിഴക്കേ പറമ്പിൽ കുറച്ച് കപ്പ നട്ടിട്ട് അത് വിറ്റിട്ട് ജീവിക്കല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അവൻ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കല്ലേ വേണ്ടത്? അതിനൊരു പങ്ക് സന്യാസിമാരെ കൊടുക്കണം, കാരണം അവർ ജീവിക്കണമല്ലോ. അതല്ലേ ചെയ്യേണ്ടത്. ഇത് നേരെ തിരിച്ചറിയപ്പോൾ നടക്കുന്നത്. സന്യാസാശ്രമങ്ങൾ ഇങ്ങോട്ട് പങ്ക് കിട്ടുന്നുണ്ടോ? ഞാൻ എൻ്റെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, മനസ്സിലായില്ലേ, സമൂഹത്തോട്. ഇപ്പം നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ് മാറി പഠിച്ചു. ഇഞ്ചുപടിയും തറയും പറയും പഠിക്കാതെ മറ്റേ എന്താ പറയുന്നത്, സയൻസ്, ഫിസിക്സ്, ഡോക്ടറേറ്റ് ഉള്ള തീസിസിനുള്ള ആദ്യം പഠിച്ചുകൊണ്ട് എന്തുണ്ടായി? പിന്നെ ഇവന് സമ്പാദിക്കാനുള്ള ആശ പോയി. അല്ല, പണം സമ്പാദിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം പോലെ. അല്ല, പണം തെറ്റായി. ഞാൻ പറയാം, യതീഷയെ പറ്റി പറയാം. ഞാൻ യതീഷയെ പറയാം. ഗുരുമൂർത്തി നല്ലയാളായിരുന്നു. ഇപ്പോൾ യതീഷയുടെ കൂടെ കൂടി പണം ഉണ്ടാക്കാൻ. അതേ സുഹൃത്തുക്കളെ, ഞാൻ നന്നായി പണം ഉണ്ടാക്കാനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പണം ഉണ്ടാക്കും. എന്നോടൊപ്പം യതീഷയും വളർന്നോട്ടെ, ഞാനും വളരും. അല്ലാതെ രണ്ടുപേരെ നശിപ്പിച്ച് നമുക്ക് ആശ്രമത്തിൽ പോയി പിന്നെ ആത്മഹത്യ ചെയ്യുന്ന. അപ്പോൾ പണം ഉണ്ടാക്കരുത്, ഭയങ്കര തെറ്റാണത്. അപ്പോൾ നമ്മുടെ മറ്റേ കോയമ്പത്തൂരുള്ള ആശ്രമം, അതൊക്കെ വലിയ ആൾക്കാരല്ലേ. നിങ്ങളാരാണ്? ഇതാണ് ചോദ്യം. അവർക്ക് വലിയ വലിയ ആൾക്കാരല്ലേ. നിങ്ങളാരാണ്? നിങ്ങൾ ത്യാഗമെടുക്കൂ. ഞാൻ പറഞ്ഞു, നിൻ്റെ ദാമിയോട് പോയി പറയും. എൻ്റെ ദാമി കഴിഞ്ഞ ആഴ്ചയും കൂടി 1 കോടി രൂപ വാങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറയും, സന്യാസാശ്രമങ്ങൾ ഞാൻ അതിനെതിരല്ല. അവർ വളരുന്ന അതേ അനുപാതത്തിൽ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ സാധാരണ ഭക്തന്മാർക്ക് വളർച്ചയുണ്ടോ? ഇല്ല. ഇത് ഞാൻ ഒരാൾ പറയാം, നന്നായി പണിയെടുക്കണം. അതേ പണിയെടുക്കണം, ചുമ്മാ അവിടെ പോയി കുത്തിയിരുന്നാൽ പോരാ. സ്വാമി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേദാന്തം പറയുകയാണ്, എന്താണ്, ഒക്കെ നശ്വരാണ്, എല്ലാം ട്രാൻസിറ്ററിയാണ് നേച്ചർ, നിങ്ങൾക്ക് ഒന്നും ശാശ്വതമല്ല, നീ ആത്മാവാണ്. എന്നാൽ പറമ്പ് കൊണ്ടുകൊണ്ടാ. അപ്പോൾ ഇവൻ ആത്മാവല്ലേ പറയുന്നത്? അപ്പം നമുക്കിതിന് മാറ്റം വരണം. ഇക്കണോമിക്കലി ഓരോരുത്തരും ടാർഗറ്റ് വെച്ചിട്ട് ഇത്ര കോടി സമ്പാദിക്കും, അതിൻ്റെ ഇത്ര ശതമാനം ഞാൻ ഇന്ന തരത്തിൽ ചാരിറ്റി ചെയ്യും, അത് അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കണം. ഇപ്പം നിങ്ങൾ യതീഷയെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പലരെയും സൗജന്യം പഠിപ്പിക്കുന്നില്ലേ? ഞാനും പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ പോലും ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. നമ്മൾ ഫീസ് പറയും,
അടയ്ക്കാത്തവരാണ്. ഞാൻ ഒരു ദിവസം പോലും ഫീസ് ഒരു കുട്ടിയോട് പോലും, ഞാൻ പരസ്യമായിട്ട് പറയാണ്, ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു കുട്ടിയോട് പോലും എന്താ ഫീസ് അടയ്ക്കാത്തത് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആരും ചോദിക്കാറില്ല. ഞാനൊരു മാസത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ വാടക അടയ്ക്കാനുള്ള സമയം വരുമ്പോഴേ ഞാനൊരു വോയിസ് ഇടും, ഈ മാസം ദക്ഷിണ അടയ്ക്കാനുള്ളവർ അടച്ചേക്കണേ. അതല്ലാതെ ഒരാളെയും ടോർച്ചർ ചെയ്തിട്ടില്ല, പണമില്ലാത്തതിൻ്റെ പേര് പഠിപ്പിക്കില്ലെന്നും പറഞ്ഞിട്ടില്ല ആരോടും. ഇല്ല, തീർച്ചയായിട്ടും. അത്രയൊക്കെ ചാരിറ്റി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുറച്ചുകൂടി കോടികൾ വരട്ടെ, ഇപ്പോൾ കോടികളായിട്ടില്ല, കോടികൾ വരട്ടെ എൻ്റെ കയ്യിൽ, തീർച്ചയായിട്ടും എൻ്റെ കണക്കിന് ഞാൻ ചാരിറ്റി ചെയ്തോളാം. നിങ്ങളുടെ സൗകര്യം ആശീർവാദം എനിക്ക് വേണ്ട, ഈ പറഞ്ഞ കൂട്ടരെ. അപ്പോൾ നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഹിന്ദു സമൂഹം സാമ്പത്തികമായി രക്ഷപ്പെടണമെങ്കിൽ ക്ലാസ് മാറി വേദാന്തം പഠിക്കരുത്. പഠിക്കേണ്ട ആദ്യം ലളിതാദാസം ചൊല്ലി പഠിക്കുക, ദേവീമാഹാത്മ്യം പഠിക്കുക, അങ്ങനെ പഠിക്കേണ്ട കുറച്ച് ബേസിക് സാധനമുണ്ട്. നിങ്ങൾ അഫ്ലുവൻസ് സൃഷ്ടിക്കണം. എന്നിട്ട് അതിൽ നിന്ന് വേദം എന്താ പറയുന്നത്? ശ്രിയാദേയം ഹ്രിയാദേയം ശ്രദ്ധയാദേയം അശ്രദ്ധയാ അദേയം എന്നാണ്. നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കണം, കടം വാങ്ങിയിട്ടല്ല കൊടുക്കേണ്ടത്. അപ്പോൾ കടം വാങ്ങാതെ ആത്മഹത്യ ചെയ്യാതെ ഒരു നല്ല സമ്പന്ന ഹിന്ദുവായി മാറണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളും ശ്രമിക്കുക. സാമ്പത്തികമായി നന്നായി ഉയരണം, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.